അപ്പൊ ഗൈസ് പവർ കാസ്റ്റിന് പുതിയൊരു വീഡിയോക്ക് എല്ലാം സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ട് കൊണ്ട് ചൂണ്ടിറങ്ങിയേക്കാണ്. നമ്മുടെ കിച്ചുണ്ട്, സനിച്ചേട്ടുണ്ട്, അതിൽ വിപ്പിച്ചേട്ടുണ്ട്. അപ്പൊ പോണ സ്പോട്ടുകൾ അടിപൊളി കിടിലൻ സ്പോട്ടുകളാണ് നമ്മൾ കാണിച്ചു തരാം. എന്തോ റെഡി മണ്ണീര എവിടെ പോണപ്പോ ചൂണ്ട പോയി അപ്പൊ നമുക്ക് പോയി നോക്കാം. നമ്മൾ വന്നിട്ടുള്ള സ്പോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അടിപൊളി സ്പോട്ടാണ് വന്നിട്ടുള്ളത്. വീടിന്റെ സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ പാടാണ്, നല്ല അടിപൊളി മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ തോട്ടിലാണ് നമ്മൾ മീൻ പിടിക്കുന്നുള്ളൂ കേട്ടോ. എവിടെ നോടെ അപ്പൊ ഇത് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഞങ്ങളുടെ കരിപ്പിടി എന്താ അറിയും. കിച്ചു വന്നിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ കിച്ചു? കിച്ചുക കിച്ചുക ഇവിടെ നോക്കണം നീ. നമ്മള് മണ്ണീര വെച്ചാൽ ചൂണ്ടുന്നത്. നാണക്കേറിട്ടോ ചേട്ടനോട് ചൂണ്ടാൻ വന്നിട്ട് നല്ല ഉണ്ടാവുന്നതാ. കറക്റ്റ് ആയി വീണോ? അങ്ങനെ എന്നിട്ട് പ്രയാണങ്ങൾക്കൊടുവിൽ കിച്ചു ഫസ്റ്റ് മീൻ പിടിച്ചിരിക്കും. ഏതാ മീൻ? കരിപ്പിടി തന്നെയാണ്. ചെമ്പല്ലി എന്ന് പറയും. ഇത്ര ഹൈ റേഞ്ച് പിടിക്കും. ചിലർ ഇതിന് ചെമ്പല്ലി എന്ന് പറയുന്നുണ്ടോ? അയ്യോ കിച്ചന്റെ ചെമ്പല്ലി ഓടിച്ചോണ്ട് പോവായിരുന്നു ചച്ചടാ. ഇതിനൊക്കെ ജീവനോട് നോക്കി അലിയേട്ടനൊക്കെ ഇട്ട് കൊടുത്താ ബുളും ചെറുതായിരിക്കും. കൊത്ത പോച്ച് അതിന് ആള് മീനോട്ടിന് ശേഷം ഒരു മീൻ പിടിച്ചിട്ടുണ്ട്. ബടാക്കരി പിടി അവക്കല്ലിട അവക്കല്ല്. അപ്പൊ നമ്മള് 3 അലിഗേറ്റർ കുട്ടീനെ വെച്ചിട്ടുണ്ടായില്ലേ ചെറുത്. അപ്പൊ നമ്മളതിനെ അക്കൂരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് നമ്മൾ അക്കൂരം സെറ്റ് ചെയ്തിട്ട് അവിടെ മുമ്പിലേക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ചേട്ടന്റെ വീട്ടില് അക്കൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ നോക്കാം. ആളുടെ പിന്നെ ഡ്രസ്സിന് മോളാണ് ഉള്ളത്. വാ ഈ കോണി വരുന്നുണ്ട് ഗൈസ്. മോളി കയറണത് പൊളിക്കും. 1 റീച്ച് ആയിരിക്കും. വേറൊരു സംഭവം കാണിച്ചിട്ടാ ഗൈസ്. അന്നദാന പ്രഭുവേ വിജടാ. നീ പേടിക്കണ്ട, അടിക്ക് എത്തുമ്പോ ഞാൻ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കണ്ടന്റ് ആണത്. വീണ് കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്യാ. നമ്മുടെ ടാങ്കുകൾ ഇരിക്കണ സ്ഥലമാട്ടത്. ഓക്കെ, നമ്മളിത് ടെറസിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ അക്കൂര്യങ്ങൾ. ചേട്ടൻ ആദ്യം കട നടത്തിയതാണ്. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്നുള്ള ബാക്കി അക്കൂര്യംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിഷ് ടാങ്ക് കേട്ടോ. അപ്പോൾ ഇത് ഒരു 1 2 3 4 5 6 ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിന് ഒരെണ്ണം നല്ലത് നോക്കി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അലിഗേറ്ററിനെ ഇടാനുള്ള സെറ്റപ്പ് നോക്കണം. നല്ല വലിപ്പമുള്ള ടാങ്കിലാണല്ലോ അല്ലേ? അതെ, അല്ലാതെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ ചിലത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം ഫിഷ് ഷോപ്പിന് ഉപയോഗിച്ചിരുന്നതായതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വളർത്താൻ സുഖമാണ്. ഇതപ്പോൾ ഇനി കൊണ്ടുപോയിട്ട് നോക്കാം.
ഗൈസ് നമ്മളപ്പോഴേ ഒരു ടാങ്ക് കഴിഞ്ഞ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട്. അത് നമ്മളെന്തായാലും റെഡി ആക്കിയിട്ട് ഇപ്പോൾ അലിഗേറ്ററിനുള്ള സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതായത് ഇതിന്റെ സൈഡിലോട്ട് ഞാൻ സിലിക്കണൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ചേട്ടൻ ഷോപ്പ് ആണ് നിർത്തിയിട്ട് ഏകദേശം 2-3 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇരിക്കുന്ന അക്കുറിയാണിത്. ബാലൻസ് വന്നിട്ടുള്ള അക്കുറിയങ്ങളൊക്കെയാണ്. അപ്പോൾ അക്കുറിയം വേണ്ടവരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് റേറ്റ് നമ്മൾ ഈ അക്കുറിയാണ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സിലിക്കൺ അടിച്ചിട്ട് നമ്മുടെ അലിഗേറ്ററിൻ്റെ കുട്ടികൾ നമ്മൾ ഇതിൽ വളർത്താനുള്ള ഒന്നിനും വരാം. ഗൈസ് നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് മഴയില്ല, പക്ഷെ പാടത്ത് അന്യായ മഴയുണ്ടാ. അപ്പൊ ഗൈസ് നമ്മളിത് ഇവിടുന്ന് സ്പോട്ട് മാറണം. നമുക്കൊരു മീനുകളൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്ത വേറെ പാടത്തിന്റെ സൈഡിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ഭാവി മീൻപിടുത്തക്കാരാണ് ഇരിക്കണത്. ചിരിച്ചറാ ചിരിച്ചറാ ചിരിച്ചറാ. ആ ടാറ്റ. അടുത്ത സ്പോട്ടിലെത്തി ചൂണ്ടി വെക്കട്ടെ. അത് കുഴപ്പമില്ല. കണ്ടല്ല അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിൽ ഇത് ഫസ്റ്റ് മീൻ കിട്ടിയിട്ടാ. നമ്മുടെ അന്നദാന പ്രഭുവിന് കിട്ടിയിട്ടുള്ളത്. ചോറും പറ്റുമ്പോ പിടിച്ചാണ്ട. ചോറും പറ്റുമ്പോ പിടിച്ചേ. അതിന് മറ്റേ മീനൊന്നും എടുത്തില്ലല്ലോ. പിന്നെ ചോറും പറ്റില്ല സനിച്ചാലും പിടിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ചോറും പറ്റുമ്പോഴാണ് പിടിക്കാൻ പോണത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ. വിപിച്ചാന്റെ പേര് പറഞ്ഞോ. ആളിത് കൊറേ സ്കോറിങ് ആയിട്ടുണ്ട്. ചൂട്ടനെ പിടിച്ചൂല്ലേ. പോവാൻ വേണ്ടി അത് പോയല്ല. പോവാൻ വേണ്ടി ഇനി പിടിക്കില്ലേ. മറ്റേ ചുട്ടിപ്പൂശാനാ ചൂട്ടാനോട് വരെ. പിഴിങ്ങിയ അവന്റെ ആ ചെപ്പ് ഇപ്പൊ ഇതറിയില്ലത്. ഇത് നല്ല സ്പോട്ട് ആയില്ലേ. അത് സ്പോട്ട് സൂപ്പർ. ഒരു ബക്കറ്റ് മീനെങ്കിലും പിടിക്കണം തോന്നുന്നു. ബക്കറ്റ് ഇല്ലാത്ത ബക്കറ്റ് മീൻ പിടിക്കാം. അപ്പൊ നമ്മളിത് കൂടുതൽ നെറ്റിലാണ് നമ്മൾ മീനിനെ കൊണ്ടുവന്നത്. നമ്മൾ ഈ നെറ്റിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ തന്നെ മുക്കി വയ്ക്കാൻ പറ്റും. ആ ഓക്കെ ഓക്കെ. ആ ഒരു 10 ചേട്ടാ. എന്റെ പേരെന്താ? മൈനിയ മഹിന. ഓ എന്നാ അവിടെ ഫ്രണ്ട്സിക്ക് വീടുണ്ട്. ആൾ താമസമുണ്ടോ? അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കിച്ചന്റെ മാവന്റെ വീടാണ്. നമ്മളെ ഇവിടെ ഈ ദ്വീപ് പോലുള്ള ഒരു സംഭവത്തിനുള്ളിൽ ഒരു വീടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോണ വഴി തന്നെ ഉള്ളത്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം. ഇഷ്ടം പോലെ പൊടിമീനുകൾ കിടന്നിട്ടുണ്ട് ഇടയിൽ.
ഓക്കെ ഫുള്ളി ചെറു സൗരനെ കൊണ്ട് വീഴ്ച കുഞ്ഞു വീഴ്ചകൾ കൊണ്ട് വിജയാണ് കൊണ്ടുവന്ന് വീഴ്ചയാണെങ്കിൽ ആ മറ്റേ മഞ്ഞോല ഓക്കെ ഓക്കെ അത് വീശാല് ഇത് ഇങ്ങോട്ട് വന്നതായിരുന്നു. നീ പറഞ്ഞ കുഴി എവിടെ ഉണ്ടാന്ന് പറഞ്ഞത്? ആ എന്തോ പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ? ഇത് താഴ്ചണ്ട് ചാടിപ്പോയോ? അവിടെ ഇത് ഭയങ്കര സമാധാനമുള്ള ഒരു ഏരിയ അല്ലേ ഇത്? അല്ല ശ്രദ്ധിച്ച പക്ഷെ റിസ്ക് ആണ്. വാ മോത്തിക്ക് ഏ അടിപൊളി വീടല്ലേ? ആ ചീട്ടെടുത്തല്ല അതാ അവിടെ ഇത് രക്ഷയില്ലാട്ടോ. അത് പോലീസ് ഫേസ് കേട്ടോക്കെ. നോട്ടറ മീൻ നോട്ടറ. ഓക്കെ അടിപൊളി അടിപൊളി മഷ്റൂം ഉണ്ടല്ലോ ഇവിടെ. കിട്ടിയാ? ഇതാണ് ഇവിടെ പറഞ്ഞ സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, അടിപൊളി സ്ഥലമാണ്. പിന്നെ സച്ചേട്ടാ നമുക്ക് വരേണ്ട ഒരു ടൈമുണ്ട്. പാടത്തില്ലേ മറ്റേ നെല്ല് ഇതൊക്കെ മുന്നേ മറ്റേ പാടം സെറ്റ് ചെയ്യില്ലേ, ആ ടൈമില് ആ പുല്ല് വരണ നേരത്തെ ആ താമരക്കുളത്തിന് തൊട്ടപ്പുറത്തെ കണ്ടം. ഈ താമരക്കുളം എനിക്ക് ഓർമ്മയുണ്ടാ? അവിടെ എറിഞ്ഞിട്ട് ബാക്കിൽ സ്റ്റിക്ക് കൊളത്തി ഓർമ്മയുണ്ടാ? ആ കുളം അത്. പക്ഷെ നമ്മള് ഇവിടെ നോക്കുമ്പോ മനസ്സിലാവില്ല. പിന്നെ ഇതാ ആ സാധനം ഓർമ്മയില്ല എനിക്ക്? ഇതാ കുഴി അവിടെ മറ്റേ ഓടര ഉളി പോയത്, അതിലെ നടന്നു പോയിട്ട് നമ്മ എന്നിട്ട് നടന്ന് തപ്പിയത് ഓർമ്മയില്ല എനിക്ക്? ഇച്ചോ പാമ്പോണി കറിച്ചോ നല്ല സാധനം കാലിന്റെ ഇടയിൽ കൂടെ കയറി പോകുമ്പോ പറയാൻ പറ്റില്ല. നിക്കണേന്റെ ഇടയിൽ കൂടെ നേരെ പുറത്തുനിന്ന് ഇങ്ങോട്ട് ഒരാൾ കയറി ഒരു ഭാഗത്തിരിക്കും വെള്ളത്തിയ ടോപ്പിൽ നോക്കൂ. ടോപ്പിലിരിക്കണ ഇനി നമ്മുടെ അടുത്ത വിഷ്വൽ വ്ളോഗ് നമുക്ക് കൂടെ വയ്ക്കും. അങ്ങനെ ഇല്ലാണ്ടോ അങ്ങനെ